കൃപയായി കർത്താവ് നിന്നെ തീറ്റിപ്പോറ്റുമ്പോഴും അധ്വാനിക്കാതെ ഇരിക്കരുത് എന്നുള്ള സന്ദേശമാണ് അവരെ കൊണ്ട് കടല് വലയിറക്കി 853 മത്സ്യങ്ങളെ കർത്താവ് പിടിപ്പിക്കുന്നത്. മെറിറ്റും യോഗ്യതയും അത് അധ്വാനത്തിൻ്റെ യോഗ്യത. കർത്താവ് കരുതി കാത്തു വെച്ചത് അവിടുത്തെ കൃപ. രണ്ടും നിനക്ക് അവകാശമാക്കുകയാണ് ഉടമ്പടിയിൽ. ചിലർ അവസാനത്തെ ഒരു തരം ഒരു മെഡിക്കൽ സൊല്യൂഷനായിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ മേഖലകളും മക്കളില്ലാത്തവരെ വയറ്റിൽ കൈ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശരീരത്തിന് സിസ്റ്റുള്ളവരെ അവിടെ എല്ലാം കൈകളെ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. തൈറോയിഡുകാർ, ടോൺസൈറ്റുകാർ, സ്പോണ്ടിലോസിസുകാരെല്ലാം കഴുത്തിൽ കൈപൊത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. നടുവിന് വേദനയുള്ളവർ, കിഡ്നി രോഗികളും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. പിസ്റ്റില PSCODക്കാരെ പൊക്കിളിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഉദരരോഗികൾ ഊടിന് ഒപ്പം കൈവച്ച് പ്രാർത്ഥിക്കണം. ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾ, പാൻക്രിയാസ് രോഗികൾ നെഞ്ചും കൊണ്ട് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഹൃദയരോഗികൾ, ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ശിരസംബന്ധമായ ന്യൂറോ ട്രബിൾ ഉള്ളവർ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശക്തമായി സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, 10,000-കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം ഏറ്റു പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുപ്രപോലെ വൈദ്യാഘാതപര ദൈവികമായ ശക്തി ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമായിക്കൊണ്ട് മരുന്ന് ലേവനമല്ല, ദൈവത്തിന്റെ ശക്തിയാൽ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്വർഗീയരാജനീശോ, സ്വർഗീയരാജനീശോ, നിൻ മുൻപിൽ വന്നിതാ രാജ്യം വിട്ടു പോയിരിക്കുന്നവര്, വീട് വിട്ടു പോയിരിക്കുന്നവര്, നാട് വിട്ടു പോയിരിക്കുന്നവര്, ചിലപ്പോൾ പഠനകാര്യമാകാം, ചിലപ്പോൾ ജോലിക്കാര്യമാകാം, പല വിസ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്തവർ, അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അവരെല്ലാം വന്നിരിക്കും മക്കളെ, എത്രയും വേഗം വന്നിരിക്കും. ഈ ആരാധനയിൽ കർത്താവ് പ്രവർത്തിക്കും. ഈശോയുടെ അമ്മ മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ കുടുംബത്തിന് വേണ്ടി. നിൻ്റെ മനസ്സും നിൻ്റെ മക്കൾ ചിലപ്പോൾ നിൻ്റെ സ്നേഹം വിട്ടുപോയി കാണാം. ഒരു സ്നേഹവും കാണിക്കണില്ലാത്ത മക്കൾ അവർ നിന്നെ വിട്ടു പോയിരിക്കുകയാണ്. അവരൊക്കെ തിരിച്ചു വരും. നീ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ, നീ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇന്ന് അവർ പ്രത്യേക പ്രേമക്കുരുക്കിലും പ്രത്യേക ആന്തരികമായ അധമ ബന്ധങ്ങളിലൊക്കെ പെട്ട് അവരെ കുരുങ്ങിയിരിക്കുകയാണ്. ആ കുരുക്കെല്ലാം അഴിച്ചുകൊണ്ട് അമ്മ അവരെ തിരിച്ചു കൊണ്ടുവരും. ശ്രദ്ധിക്കട്ടെ.
പ്രോബ്ലം വരണത്. ഉടമ്പടി നമുക്ക് ഉപയോഗിക്കേണ്ടത് അച്ഛൻ്റെ നമുക്കറിയാമല്ലോ, നമുക്ക് വണ്ടിയിൽ പെട്രോൾ ഉപയോഗിക്കുന്നു, വിമാനത്തിൽ ഏവിയേഷൻ ഓയിൽ ഉപയോഗിക്കുന്നു അല്ലേ? അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വിശ്വാസമാണ്. പക്ഷേ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹെവി ഡ്യൂട്ടിയാണ്, വിപിൻ്റെ പ്രശ്നം ഹെവി ഡ്യൂട്ടിയാണ്. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസം കൊണ്ട് പറ്റത്തില്ല. എന്താ പറ്റണത്? ഇവന് 20 അരിയറില്ലേ ഇല്ലേ? അത് എടുത്താൽ കൂട്ടിപ്പോയാൽ നിങ്ങൾക്ക് തോന്നണം, നിങ്ങൾ ബിയോട്ടിക്കാരൻ്റെ തുരുമ്പുണ്ടല്ലോ, നിങ്ങൾ കൂടിപ്പോയി എത്ര എണ്ണം കിട്ടാൻ പറ്റും? ഒരു 10,000 കിട്ടും, 10 എണ്ണം കിട്ടും, കഷ്ടപ്പെട്ട് പിടിച്ച 10 എണ്ണം കിട്ടുമായിരിക്കും. പിന്നെ 10 എണ്ണം എഴുതാൻ വേറെ അടുത്ത സെമസ്റ്റർ നോക്കേണ്ടി വരും. പണിയായിരിക്കും ഇത്, പെട്ടുപോയ പണിയാണ്. പക്ഷെ നീ പെട്ടുപോയാൽ പണിയാകാതിരിക്കാനാണ് നിനക്ക് അമ്മയെ തന്നിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് വിശ്വസ്തത, ഇപ്പോൾ 2 തിമോഥെയോസ് 2:13 നമ്മൾ വായിച്ചു. എന്താ വായിച്ചിരിക്കുന്നത്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. ദൈവം വിശ്വസ്തനാകുന്നത് കൊണ്ടേ എന്താ കാര്യം എന്നറിയാമോ? ഇതിനകത്തൊരു പ്രോബ്ലം അനുഗ്രഹവും, അച്ഛൻ നേരത്തെ പറഞ്ഞൊരു അനുഗ്രഹവും ആ അനുഗ്രഹം അനുഭവിക്കാനുള്ള യോഗ്യതയും 2 വിഷയമാണ്. മനസ്സിലായില്ലേ? അനുഗ്രഹം, ഇപ്പം നിങ്ങളൊരു മിഠായി കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചോറ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയും കൂട്ടി നിങ്ങൾ ചോറുണ്ണാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറി എന്ന് പറയുമ്പോൾ അമ്മ നമുക്ക് വെച്ച് തന്നിട്ടുള്ള പണ്ട് പോലെ നമുക്ക് ടേസ്റ്റ് നമ്മുടെ ബ്രെയിനിൽ സേവ് ചെയ്തതാണ്. രുചിയൊക്കെ ഒരു ഇൻ്റലക്ച്വൽ സങ്കല്പമാണല്ലോ. രുചി അതിൽ തന്നെ രുചിയല്ലല്ലോ, അതൊരു നമുക്ക് പണ്ട് സേവ് ചെയ്ത സംഭവങ്ങൾ വീണ്ടും കിട്ടുമ്പോൾ സ്വാഭാവിക ബുദ്ധി അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് സ്യൂട്ടബിളായ രീതിയിൽ നമ്മളോട് ബുദ്ധി പ്രതികരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നു, അതാണ് സാധനം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ആ പ്രോസസ്സ് എന്ത്, രുചിയുടെ പ്രോസസ്സ് എന്ത് തന്നെയായാലും പിന്നെ നാക്കിന് രുചി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് രസന എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് ബഡ്സൊക്കെ ഉണ്ടെങ്കിലും ഇവന് സെൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ രുചി, രസം നമുക്ക് നൽകേണ്ടത് ബുദ്ധിയല്ലേ? കാര്യം ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ രസങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത് ബുദ്ധിയിലല്ലേ? അപ്പോൾ അതുകൊണ്ട് തലച്ചോറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബുദ്ധിയുടെ ഒരു പ്രക്രിയ. എങ്കിലും ചില സമയത്ത് നമ്മൾക്ക് അമ്മ വെച്ച് തന്നത് തന്നെ ടേസ്റ്റിൽ നമ്മൾ ചിലപ്പോൾ ഊണ് കഴിച്ചാലും നമുക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് വല്ല പനിയോ വല്ലതും ഉള്ളതുകൊണ്ടായിരിക്കും. ഇല്ലേ? മനസ്സിലായില്ലേ? അല്ലേ? പനി വന്നു കഴിഞ്ഞാൽ ആഹാരങ്ങൾക്കൊന്നും രുചി ഉണ്ടാകത്തില്ല. ഇതുപോലെയാണ് വിശ്വസ്തത നമുക്കില്ലെങ്കിലും ദൈവം വിശ്വസ്തനായത് കാരണം നമുക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് തരും, അനുഗ്രഹം കിട്ടും. പക്ഷേ അനുഗ്രഹം കിട്ടണമല്ല പ്രശ്നം, അത് അനുഭവിക്കാനുള്ള യോഗ്യത ഒരു പ്രശ്നമാണ്. ചില ആൾക്കാർ ഈ 50 കൊല്ലം ജോലി എടുത്തിട്ടും അവസാനം കയ്യിലൊന്നും ഇല്ലായിരിക്കണം. എന്തുകൊണ്ടാണ്? 50 കൊല്ലം ജോലി എടുത്തിട്ടില്ലേ? സർക്കാരിൽ 50, 55, 58 വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലില്ല ഒന്നും. അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല പൈസ എങ്ങോട്ടൊക്കെ പോയെന്നൊരു പിടിയില്ല, സംരക്ഷണമില്ല അതിന്. നിങ്ങൾ വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ആൾക്കാർക്ക് മിസ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. നിങ്ങൾക്ക് ജോലി, വീട്, വിവാഹം, വസ്തു വിൽപ്പന, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയം, അല്ലെങ്കിൽ നിങ്ങളുടെ PR, അല്ലെങ്കിൽ പ്രൊമോഷൻ, ഇങ്ങനെ ഓരോ ഭൗതികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു, അത് പ്രാർത്ഥിക്കാതെ കിട്ടിയല്ലോ, എനിക്ക് പ്രാർത്ഥിച്ച് തന്നെ കിട്ടിയത്. ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ കുറച്ച് എവിടെയെങ്കിലും ലിങ്കൊക്കെ പോകും. പക്ഷേ ലിങ്ക് പോകാത്തൊരു സംഭവമുണ്ട്. എന്താ കാര്യം? നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു സംഭവം മേടിക്കണമെങ്കിൽ, എൻ്റെ അഭിപ്രായം എന്താണെന്നറിയാമോ? എൻ്റെ ഒരു സ്വഭാവത്തിൽ ഞാൻ ഈ കന്നഡ ഇങ്ങനെ ഊരണമെങ്കിൽ പോലും കർത്താവെ കന്നഡ ഊരണമെന്ന് മനസ്സിലെങ്കിലും ഞാൻ പറയും. എന്നുവെച്ചാൽ ഞാൻ സേവ് ചെയ്യും എല്ലാ കാര്യങ്ങളും. ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വലിയൊരു വഴി അതാണ്. നമുക്ക് ചെയ്യാവുന്ന നിസ്സാരമായ ഒരു കച്ചിത്തുരുമ്പ് പൊക്കണത് പോലും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വിനയപ്പെട്ട് സമർപ്പിക്കണം. ഇത് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സംരക്ഷണത്തിൻ്റെ സൂത്രവാക്യമാണ്. അവർ വെൽത്ത് ആൻഡ് അവർ എബിലിറ്റി മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. ആര് പ്രൊട്ടക്റ്റ് ചെയ്യണം?
ആയുധധാരിയായ ബലവാൻ ഭവനത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുവകകൾ സുരക്ഷിതമായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ആയുധധാരിയായ ബലവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ക്രിസ്തുവാണ്. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഈ വചനം എപ്പോഴും ഓർത്തേക്കണ്ട. ആയുധധാരിയായ ബലവാൻ, അത് ശരിക്കും പറഞ്ഞ അത് ദൈവത്തിനാണ് ഉദ്ദേശിക്കുന്നത്. വായിച്ചോളൂ. ലൂക്ക 11:21. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തൻ ദൈവമാണ്. ദൈവത്തെ കൊണ്ട് നിൻ്റെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കണം, കാവൽ നിർത്തണം. ഇതിന് ഫിഡലിറ്റിയുടെ ഒരു ഇഫക്റ്റാണത്. അതുകൊണ്ടാണ് വൈ ഐ ആം പ്രൊമോട്ടിങ് ഫിഡലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ഫെയ്ത്ത്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തത പ്രൊമോട്ട് ചെയ്യാൻ കാരണം? അത് ഈ പ്രൊട്ടക്ഷൻ്റെ പ്രോബ്ലമാണ്. വിശ്വസ്തത. ഈ നമുക്ക് ജോലി കിട്ടിയാൽ മാത്രം പോരാ, ഭർത്താവിനെ ഭാര്യയോ കല്യാണം കെട്ടിയാൽ മാത്രം പോരാ, കുഞ്ഞുങ്ങളുണ്ടായാൽ മാത്രം പോരാ. ഇവരെല്ലാം നമുക്ക് ഉപയോഗപ്പെടണം, അനുഭവവേദ്യമാകണം. ആൻഡ് ബ്ലെസ്സിങ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ബ്ലെസ്സിങ്സ് ഈസ് രണ്ട് കാര്യമാണത്. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം കിട്ടണമല്ല പ്രശ്നം, അത് അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രശ്നം. ഹെബ്രായർ 10:23 നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഈ വിശ്വസ്തതയുടെ ഭാഗമാണ് സ്ഥിരത. മനസ്സിലായില്ലേ? അതായത് വളരെ പരിശുദ്ധാത്മാവ് ഒത്തിരി വിത്ത് ഒരു സ്പ്ലെൻഡർ ഇൻ്റലിജൻറ്റിലാണിത് അഭിഷേകം പ്രകാരം എഴുതിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ, ഇറ്റ് ഈസ് വണ്ടർഫുൾ. ഒന്ന് ഏറ്റു പറഞ്ഞു, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ. അവൻ ആരാണ്? വിശ്വസ്തൻ. അവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അച്ഛൻ എപ്പോഴും പറയത്തില്ല, ബൈലാറ്ററൽ ആയിട്ടുള്ള ഫിഡലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഉഭയകക്ഷി. ദൈവം വിശ്വസ്തനാണെങ്കിൽ നമ്മളും എന്താ പറയണത്? നമ്മളും പ്രത്യാശ ഏറ്റുപറയുന്നത് നമ്മളും സ്ഥിരതയുള്ളവരായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളും വിശ്വസ്തരുള്ളവരായിരിക്കണമെന്ന്. അത് ബൈലാറ്ററൽ ഫിഡലിറ്റിയാണ്. ഉടമ്പടിയുടെ ഒരു ആത്മാവാണത്. എന്താണ്? ദൈവം വിശ്വസ്തനാണ്, അതുകൊണ്ട് നമ്മളും വിശ്വസ്തരായിരിക്കണം. ഈ വിശ്വസ്തതയാണ് എന്തിനാണ്? വിശ്വസ്തത എങ്ങനെയാണ് നമ്മൾ ഏറ്റുപറയണത്? വിശ്വസ്തത അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കാണിക്കണ വിശ്വസ്തത വാക്കിലോ പ്രവൃത്തിയിലോ എന്തിനാണ് ലക്ഷ്യം വെക്കണത്? നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിലാണ്. നമുക്ക് സകല വാഗ്ദാനങ്ങൾ യേശുവിൽ എന്താണ്? അതേ തന്നെയാണ്, അല്ലേ? അതുകൊണ്ട് അതാണ് നമ്മുടെ പ്രത്യാശ. അത് ഏറ്റുപറയണം. ഏറ്റുപറയണം നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തത കാണിക്കണം. എൻ്റെ പേര് അനു ജോളി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നും ചുള്ളിക്കര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഉടമ്പടി എടുത്തത് 2022 എനിക്ക് കിട്ടിയ അനുഗ്രഹം, എൻ്റെ മോൻ്റെ കുഞ്ഞിന് എപ്പോഴും പനിയായിരുന്നു.
മാസത്തിലൊരു 2-3 പ്രാവശ്യം മംഗലാപുരത്ത് ആശുപത്രിയിലോ കണ്ണൂർ ആശുപത്രിയിലോ അഡ്മിറ്റായിരുന്നു. ഒരാഴ്ച ആശുപത്രി കിടക്കും. അങ്ങനെ ഇരിക്കെ എൻ്റെ കുഞ്ഞിൻ്റെ പപ്പായും മമ്മിയും അവിടെ ഇല്ലായിരുന്നു. എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അപ്പം രാത്രിയിൽ 104 ഡിഗ്രി പനി കൊച്ചിന് ആയപ്പം ഞാൻ എൻ്റെ ഫോണിൽ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. ഞാനത് ഓൺ ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ശരീരത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നോളാം. അപ്പം വരാനുള്ളൊരു അനുഗ്രഹമൊന്നും ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത്. അന്ന് തന്നെ മാതാവ് എന്നിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഞാൻ എന്നും പള്ളിയിൽ പോകുന്ന ഒരാളാണ്. എല്ലാ ദിവസവും ഞാൻ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കും, എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം കിട്ടണേ എന്ന്. വരാനുള്ള സാഹചര്യങ്ങളില്ല, അങ്ങനെ നേർന്നെങ്കിലും. പക്ഷേ 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. അതിൽ പിന്നെ എൻ്റെ കുഞ്ഞ് ഇന്നുവരെ ആശുപത്രി കയറിയിട്ടില്ല. ചെറിയ ചെറിയ ജലദോഷവും അതൊക്കെ അല്ലാതെ വന്നിട്ടില്ല. പിന്നെ എൻ്റെ മോള് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് B2 പാസ്സായി കഴിഞ്ഞിട്ട് പാസ്സാകുന്നവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ അത് പാസ്സാകാൻ വേണ്ടി ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ പാസ്സായായിരുന്നു. അത് കഴിഞ്ഞ് തടസ്സങ്ങളെന്നെല്ലാം പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിലാണ് മോള് പഠിച്ചത്. അപ്പോൾ HRD എന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. 60 ദിവസമാണ് അതിൻ്റെ കിട്ടാനുള്ള സമയം. ആ 60 ദിവസമായിട്ടും പിന്നെ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഒരു പേപ്പർ കഷ്ണം ഇട്ടിട്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മാതാവേ, മോടെ ആ HRD എന്ന സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് കിട്ടണേ. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ 4 പേരെയാണ് സെലക്ട് ചെയ്തത്. അതിൽ 3 പേരും റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവളൊരു കാരണമാണ് അവർക്കും പോകാൻ പറ്റാത്തത്. അങ്ങനെ ഉപ്പിട്ട് എല്ലാ ദിവസവും മോളെ സമർപ്പിച്ചും ആ യൂണിവേഴ്സിറ്റി ഞാൻ സമർപ്പിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 70 ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് പറയുന്നു, കർണാടക സ്റ്റേറ്റിൽ നിന്ന് 3 മാസമായിട്ട് HRD ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടിച്ചു കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ അവിടെ ഞാൻ തകർന്നു. ഞാൻ വിട്ടില്ല, മാതാവിനെ മുറുകെ പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു, നീ ഏജൻറ്റിനെ വിളിച്ച് കാര്യം പറ. അപ്പം മോള് പറഞ്ഞു, ജർമ്മനിയിലെ നിയമം നമുക്ക് മാറ്റാൻ പറ്റുമോ മമ്മി? ഞാൻ പറഞ്ഞു, നീ ഒന്ന് വിളിച്ചു നോക്കേ. അങ്ങനെ മോള് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ എംപ്ലോയറെ അറിയിക്കാം, അത് കഴിഞ്ഞിട്ട് വിവരം തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മെയിൽ വന്നു, മോക്ക് HRD വേണ്ട എന്ന്. അങ്ങനെ എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങിച്ചോ, എന്നിട്ട് തിരുവനന്തപുരത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്ന മാതാവാണ് അത് നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ മോൾക്ക് ആ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. അപ്പോഴാണ് വിസ എല്ലാം കിട്ടി, കൈ കിട്ടി. അത് കഴിഞ്ഞപ്പം ഏജൻറ്റ് പറഞ്ഞു, 2 ദിവസത്തിനുള്ളിൽ പിന്നെ ടിക്കറ്റ് കിട്ടും, അപ്പം നിങ്ങൾ കയറേണ്ട വരും, അതുകൊണ്ട് പെട്ടിയെല്ലാം റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞ് പെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞപ്പം ബിസി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് ഒരു മെയിൽ വരുന്നത്, മോൾക്ക് പോകാൻ പറ്റില്ല, ജനറൽ നേഴ്സാണ്, പിന്നെ ബാക്കി 3 പേരും BSc നേഴ്സാണ്, പോകാൻ പറ്റും, പക്ഷെ അവിടെ ചെന്നിട്ട് അവരുടെ ചെലവിൽ അവൾ പഠിക്കണം, പക്ഷെ നമ്മളെ കൊണ്ട് അവരുടെ ചെലവിൽ പഠിക്കാൻ പറ്റില്ല, പിന്നെ ഞങ്ങളുടെ ചെലവിൽ പഠിക്കണം, അവർ ഒന്നും മുടക്കില്ല. അങ്ങനെ പിന്നെ ജോലി ചെയ്യാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ നാട്ടിൽ കോട്ടയത്തൊരു മരിച്ചടക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം മോള് ഭയങ്കര വിഷമത്തോടെ എന്നോട് പറഞ്ഞു, മമ്മി പോകാൻ പറ്റില്ല, ഇങ്ങനെയാണ് പ്രശ്നം എന്ന് പറഞ്ഞ് അവൾ വിഷമത്തോടെ വേഗം അകത്തോട്ട് പോയി. ഞാൻ മാതാവിനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന അവിടെ നിന്ന് മുട്ടിമേ നിന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, മോളെ അവരുടെ കൂടെ തന്നെ മാതാവ് കയറ്റി വിടണം, ഈശോയും കൂടെ കയറ്റി വിട്ടേ പറ്റുള്ളൂ, മോടെ സങ്കടം കാണാൻ പറ്റില്ല എന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം മെയിൽ വന്നു,
ആ എഗ്രിമെൻ്റ് പ്രകാരം തന്നെ മോള് കയറി പോരെ, പഴയ എഗ്രിമെൻറ്റുകാരും പ്രകാരം തന്നെ മോള് കയറി പോരെ എന്ന് പറഞ്ഞ് ജോലിയും ചെയ്യാം, അവരുടെ ചെലവിൽ അവർ പഠിപ്പിച്ചോളാമെന്നും പറഞ്ഞു. അങ്ങനെ മാതാവ് എല്ലാ തരത്തിലും അനുഗ്രഹിച്ചു. മോള് 2 ദിവസം കഴിഞ്ഞപ്പോൾ ടിക്കറ്റും കിട്ടി. മോള് ഒരു കുഴപ്പവും കൂടാതെ മോള് പോയി അവിടെ ജോലി ചെയ്യുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിലിരിക്കുമ്പം എനിക്ക് വലിയൊരു അപകടത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു. ഞാൻ തുടച്ചിരുന്ന ഒരു കോല് ഞാൻ പുറത്ത് തൂക്കിയിട്ടിരിക്കുമായിരുന്നു. അവിടെ ഞാൻ അത് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആ കോല് കുറേ സമയം ഞാൻ ഒലച്ചപ്പോഴൊന്നും ചാടിയില്ല. പക്ഷെ ഞാൻ ആ കോല് പൊക്കിയിട്ട് ഞാൻ പിരിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ എന്തോ ഒരു ബോൾ പോലെ താഴോട്ട് പോയി, ആരോ ഉന്തിയിട്ടതുപോലെ. അപ്പം ഞാൻ കോലിട്ട് ചോടിയിട്ട് തിരിച്ചു വന്ന് ഞാൻ നോക്കിയപ്പം മുട്ടനൊരു വളവരുപ്പം പാമ്പ്. അപ്പം ഞാൻ അതിൽ ഉറച്ചു വിശ്വസിച്ചു അത് മാതാവും ഈശോയും കൂടെ എന്നെ രക്ഷിച്ചതായിരുന്നു എന്ന്. അത്രയും നേരം ഞാൻ ഒലച്ചിട്ട് അത് ചാടിപ്പോകാതിരുന്ന പാമ്പ് ഞാൻ പിടിക്കാൻ തുടങ്ങിയപ്പം അത് ചാടിപ്പോയപ്പം ഈ മാതാവ് ഈശോയും തന്നെ എന്നെ രക്ഷിച്ചത്. ഞാൻ ഉടമ്പടിയിലായിരുന്നു, കാശുരൂപം എൻ്റെ മാലയിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഹാർട്ടിന് സുഖമില്ലാത്ത ഒരാളാണ്. അപ്പം 36 കൊല്ലം മുന്നേ ഓപ്പറേഷൻ ചെയ്തതാണ്. അപ്പം ചെറിയൊരു വാൽവിന് അസുഖം ഉണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ അടുത്തിടെ എനിക്ക് നെഞ്ചിനകത്ത് വലിയ വിഷമമൊക്കെ ആയ കാരണം ഞാൻ അവിടെ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷന് തയ്യാറാകണം, പ്രായം വരുന്നതല്ലേ, അത് കാരണം ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാഞ്ഞങ്ങാട് ഒരു ആശുപത്രി കാണിച്ചപ്പം ECG എടുക്കാൻ പറഞ്ഞു. അപ്പോൾ സമയം പോയതുകൊണ്ട് പറ്റിയില്ല. അങ്ങനെ മോൻ പറഞ്ഞു നമുക്ക് മംഗലാപുരത്ത് പോകാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പം എക്കോയും ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും TMT എന്ന ടെസ്റ്റ് എഴുതി തന്നു. അതിലെല്ലാം ഞാൻ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മാതാവിനെ മുറുക്ക പിടിച്ചു. TMT എടുക്കാൻ നേരത്ത് എനിക്ക് കാശുരൂപം പിടിക്കാൻ പറ്റില്ല. 9 മിനിറ്റ് ഭയങ്കരമായിട്ട് ഓടണമായിരുന്നു. ഞാൻ അവർ തന്ന ഉടുപ്പിൻ്റെ പോക്കറ്റിൽ എൻ്റെ കാശുരൂപം ഞാൻ വെച്ചു. ഞാൻ ഈ 9 മിനിറ്റും സർവശക്തനായ പിതാവേയും സ്വർഗസ്ഥനായ പിതാവേയും നന്മ നിറഞ്ഞ മറിയേമേയും 1 മിനിറ്റ് പോലും വിടാതെ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു, അണച്ചിട്ടാണേലും. അപ്പോൾ അവരെന്നോട് പല പ്രാവശ്യം ചോദിച്ചു കുഴപ്പമുണ്ടോ. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. തലയാട്ടിയതേ ഉള്ളൂ, പറഞ്ഞില്ല. ഞാനിത് ചെല്ലുവല്ലേ. അങ്ങനെ ഞാൻ റിസൾട്ടെല്ലാം മേടിച്ച് ഞാൻ ഡോക്ടറെ അടുത്ത മുന്നിൽ നിന്നപ്പോൾ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ മാതാവിനോടും ഈശോയോടും, എനിക്ക് ഓപ്പറേഷൻ വേണം എന്ന് പറയരുത് എന്ന്. ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, ചെറിയൊരു വാൽവിന് ചെറിയൊരു ചുരുക്കം, അത് കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷനൊന്നും വേണ്ട, നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞാൻ 1 മാസം കഴിഞ്ഞ് ചെന്നു. 6 മാസത്തേക്ക് വീണ്ടും ചെല്ലാൻ ഡേറ്റ് തന്നു. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് പുതുക്കാൻ വരുന്നത്. ആദ്യം ഒന്ന് വന്നു കൂടാതെ 3ാമത്തെ പ്രാവശ്യം. ഞാൻ ചെല്ലുന്ന 2 ദിവസം കൊണ്ട് തന്നെ എല്ലാ വീടാന്തോറും കയറി ഞാൻ ഈശോയെ മാതാവിനെ പറ്റി പറഞ്ഞു തന്നെ ഞാൻ കൊടുക്കും. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവരോടെല്ലാം പറയും. കൃപാസന പത്രം അത് ഞാൻ എല്ലാവരോടും എൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയതും മാതാവിനെ പറ്റി ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ട്രെയിനിലാണ് വന്നത്. ട്രെയിനിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പം എന്നോട് 2 പേര് ഇങ്ങോട്ട് ചോദിച്ചു ഇത് കണ്ടപ്പം ഒരു പേപ്പർ തരാമോ എന്ന്. ഒരു കുട്ടിയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കൊടുത്തപ്പോൾ ഞാൻ ഓർത്തു ഈ ട്രെയിനിലൊന്ന് കൊടുത്താലോ എന്ന്. നമ്മുടെ നാട്ടിൽ ആദ്യം കൊടുത്തു, പിന്നെ ട്രെയിനിലൊന്ന് കൊടുത്താൽ. അങ്ങനെ ട്രെയിനിൽ കൊടുത്ത് ഒരു കെട്ട് പെട്ടെന്ന് തീർന്നപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു എനിക്ക് ഒരു കെട്ട് പേപ്പർ തരാമോ. ഞാൻ എൻ്റെ മോന് 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന് നാളെ ആ കുഞ്ഞിൻ്റെ മാമോദിസയാണ്. എനിക്ക് അതിൽ കൃപാസനത്തിൽ പോകാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. ചേച്ചി എനിക്ക് ഒരു കെട്ട് പേപ്പർ തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് തരുന്നത്, ഞാൻ കൊടുക്കുന്നത് പോലെ നിങ്ങൾ കൊടുക്കുമോ? ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവരോടും ഈ പത്രത്തിൻ്റെ മഹത്വം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, അതുപോലെ ചേച്ചി കൊടുക്കുക. അതുകൊണ്ട് എനിക്കത് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് തരുന്നത്. അന്നേരം അവർ കരയാൻ തുടങ്ങി. ഞാൻ കൊടുത്തോളാം ചേച്ചി, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് ബാഗിൽ നിന്ന് ഒരു കെട്ട് പേപ്പർ എടുത്ത് ആ ചേച്ചിക്ക് പ്രാർത്ഥിച്ച്
ഞാൻ കൊടുത്തു. പിന്നെ ഗവൺമെൻറ് ആശുപത്രി പോവും. എൻ്റെ കൺമുന്നിൽ കാണുന്ന പാവങ്ങൾക്കെല്ലാം ഞാൻ പൈസ കൊടുക്കും, മരുന്ന് മേടിക്കാനും പിന്നെ ഭക്ഷണം മേടിച്ചോ എന്നും പറഞ്ഞ്. പിന്നെ ഞാൻ ഒത്തിരി പേരെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വരാൻ പറ്റാത്ത പൈസ ഇല്ലാത്തവർക്ക് ഞാൻ 1000-500 രൂപ വെച്ച് ഞാൻ അവർക്ക് പോകാനുള്ള വണ്ടിക്കൂലി ഞാൻ കൊടുക്കും. അങ്ങനെയൊക്കെ കാരുണ്യ പ്രവർത്തികൾ രോഗികളെ സന്ദർശിക്കാൻ ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോകുന്നത്.